അപ്പോൾ നമുക്ക് ഇനി പക്ഷി സങ്കേതങ്ങളെക്കുറിച്ച് കുറിപ്പെഴുതാനുണ്ടല്ലോ. അപ്പോൾ ആദ്യം ഒരു ചെറിയ രീതിയിലൊരു കുറിപ്പെഴുതാം. പക്ഷി നിരീക്ഷകരുടെ സ്വർഗ്ഗങ്ങളിലൊന്നാണ് കേരളം. മലകളും കാടുകളും കുന്നുകളും പുഴകളും ഒക്കെയുള്ള ഇവിടുത്തെ ഭൂപ്രകൃതി ഏറ്റവും അധികം ആകർഷിക്കുക പക്ഷികളെയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ദേശാടന പക്ഷികൾ ഉൾപ്പെടെയുള്ള സ്വീകരിക്കുന്ന ഒട്ടേറെ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കടലുണ്ടി പക്ഷി സങ്കേതം, മംഗളവനം, കുമരകം പക്ഷി സങ്കേതം, മണ്ടേരിക്കാട്, തട്ടേക്കാട് ഒക്കെ പക്ഷികൾക്ക് മാത്രമല്ല പക്ഷി നിരീക്ഷകർക്കും ഇഷ്ടപ്പെട്ട സ്ഥലം കൂടിയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 9 പക്ഷി സങ്കേതങ്ങളെ അറിയാം. അപ്പോൾ 9 ഞാൻ കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഇതിനകത്തുനിന്ന് എടുത്തെഴുതിയാൽ മതി. അരിപ്പൽ പക്ഷി കേന്ദ്രം ഒരു പക്ഷി സങ്കേതം എന്ന പേരിലാണ് ഇനിയും ഉയർന്നു വന്നിട്ടില്ലെങ്കിലും കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അരിപ്പൽ ഒട്ടേറെ പക്ഷികളുടെ അഭയ കേന്ദ്രമാണ്. വിദേശത്തു നിന്നടക്കം എത്തുന്ന ദേശാടന പക്ഷികൾ ഇവിടെ സ്ഥിരം കാഴ്ചയാണ്. പക്ഷി സങ്കേതത്തെക്കാൾ ഉപരിയായി ഒരു സംരക്ഷണ വനമായാണ് അരിപ്പൽ അറിയപ്പെടുന്നത്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന അരിപ്പൽ തിരുവനന്തപുരം ചെങ്കോട്ട റോഡിലാണുള്ളത്. അടുത്തത് കടലുണ്ടി പക്ഷി സങ്കേതം. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി പക്ഷി സങ്കേതം ഒട്ടേറെ പക്ഷികൾ എത്തിച്ചേരുന്ന തുരുത്ത് എന്ന നിലയിലാണ് പ്രശസ്തം. കടലുണ്ടി പുഴ അറബിക്കടലുമായി ചേരുന്ന സ്ഥലത്ത് രൂപപ്പെട്ടിട്ടുള്ള തുരുത്തുകളിലാണ് ഇവിടുത്തെ പക്ഷികളുടെ പ്രിയ സങ്കേതം. സമുദ്രനിരപ്പിൽ നിന്നും 200 മീറ്ററോളം ഉയരത്തിലുള്ള ഇവിടുത്തെ തുരുത്തുകളിലെത്തുന്ന പക്ഷികളാണ് ഇവിടുത്തെ ആകർഷണം. മലബാർ മലമുഴക്കി വേഴാമ്പലുകൾ, മരം കൊത്തികൾ, ബ്രാഹ്മണ തത്തകൾ, നീലപ്പൊന്മാൻ തുടങ്ങിയവയാണ് ഇവിടെ എത്തുന്ന പക്ഷിപ്രമുഖർ. കടലുണ്ടിയിൽ നിന്നും ബോട്ടിലൂടെ തുരുത്തുകൾക്കിടയിലുള്ള യാത്രയെയും പക്ഷികളുടെ സാന്നിധ്യവുമാണ് ഇവിടെ പക്ഷി നിരീക്ഷകരുടെ സ്വർഗമാക്കുന്നത്. ഒക്ടോബർ മുതൽ മാർച്ച് വരെ ഉള്ള സമയമാണ് ഇവിടെ കൂടുതൽ പക്ഷികളെ കാണാൻ സാധിക്കുക. ബേപ്പൂരിൽ നിന്നും 7 കിലോമീറ്റർ അകലെയാണ് ഇവിടം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഡോക്ടർ സാലിം അലി പക്ഷി സങ്കേതം, തട്ടേക്കാട്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പക്ഷി സങ്കേതമാണ്. എറണാകുളത്തിനും ഇടുക്കിക്കും ഇടയിലായി തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്ന ഡോക്ടർ സാലിം അലി പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നും ഇതറിയപ്പെടുന്നു. 1983 നിലവിൽ വന്ന ഇത് ആഗോളതലത്തിൽ പ്രശസ്തനായ സാലിം അലി നടത്തിയ വിവിധ പഠനങ്ങൾക്കും സർവേകൾക്കും ശേഷമാണ് പക്ഷി സങ്കേതമായി മാറുന്നത്. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് പക്ഷി സങ്കേതത്തിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകുന്നത്. നവംബർ മുതൽ ജൂൺ വരെയുള്ള സമയങ്ങളിലാണ് ഇവിടെ കൂടുതലായും ദേശാടന പക്ഷികൾ എത്തുന്നത്. പെൻസുലർ ബേ ഓർ മലബാർ ഗ്രേ കുറച്ച് പക്ഷികളുടെ പേരാണ് കേട്ടോ, നിങ്ങൾക്ക് എഴുതിയെടുക്കാം. 330-ലധികം തരത്തിലുള്ള പക്ഷികൾ ഇവിടെയുണ്ടെന്നാണ് കണക്ക്. പക്ഷികളെ നിരീക്ഷിക്കുവാൻ താല്പര്യമുള്ളവർക്ക് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഇവിടെ പഠനം നടത്താൻ അനുമതിയുണ്ട്. കൊച്ചിയിൽ നിന്നും 60 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. കൊച്ചിയിൽ നിന്ന് കോതമംഗലം വഴി തട്ടേക്കാട് എത്തിച്ചേരാം. കോതമംഗലത്തിൽ നിന്നും 17 കിലോമീറ്റർ അകലെയാണ് തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കുമരകം പക്ഷി സങ്കേതം. വേമ്പനാട് പക്ഷി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന കുമരകം പക്ഷി സങ്കേതം വയനാട് കായലിൻ്റെ തീരത്തായാണ് വേമ്പനാട് കായലിൻ്റെ തീരത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യകാലത്ത് ബേക്കർ എസ്റ്റേറ്റ് എന്നു പേരുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ പക്ഷി സങ്കേതം 1847 എൽഫ്രഡ് ജോർജ് ബേക്കർ എന്നയാളാണ് സ്ഥാപിക്കുന്നത്. 5.7 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തൃതി. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് ഇവിടെ പക്ഷികളെ കാണുവാൻ സാധിക്കുക. കൊറ്റി, ഇരണ്ട, നീർക്കാക്ക, ഞാറ, മില്ലിക്കോഴി, വ്യത്യസ്ത ഇനം പൊന്മാനുകൾ തുടങ്ങിയവയാണ് ഇവിടെ കാണപ്പെടുന്ന പക്ഷികൾ. അടുത്തത് ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് പാലക്കാട് ജില്ലയിലെ ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. ഏകദേശം 500 ഹെക്ടർ വനത്തിൻ്റെ ഭാഗമായ ഈ മയിൽ സംരക്ഷണ കേന്ദ്രത്തിന് ഏകദേശം 200ഓളം മയിലുകളാണുള്ളത്. മയിലുകളുടെ സംരക്ഷണത്തിന് മാത്രമായി 342 ഹെക്ടർ സ്ഥലമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. പാലക്കാട് നിന്നും 30 കിലോമീറ്റർ അകലെ ആലത്തൂരിലെ തരൂർ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മയിലുകളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര കേരള സർക്കാരുകളുടെ സംയുക്തമായാണ് ഇത് നിർമ്മിച്ചത്. കെ നീലകണ്ഠൻ മെമ്മോറിയൽ മയിൽ സാങ്ച്വറി എന്നാണ് ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ യഥാർത്ഥ പേര്. ഉച്ച കഴിഞ്ഞുള്ള സമയമാണ് ഇവിടെ സന്ദർശിക്കുവാൻ ഏറ്റവും യോജിച്ചത്. അടുത്തതാണ് പക്ഷിപാതാളം, വയനാട്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പക്ഷി സങ്കേതമാണ് വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി കാടുകളോട് ചേർന്ന് കിടക്കുന്ന പക്ഷിപാതാളം. അപൂർവ ഇനത്തിൽപ്പെട്ട ധാരാളം പക്ഷികൾ അധിവസിക്കുന്ന ഇവിടെ സമുദ്രനിരപ്പിൽ നിന്നും 1740 മീറ്റർ ഉയരത്തിലാണുള്ളത്. കർണാടകയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഇവിടം ഏറ്റവും അധികം പക്ഷി നിരീക്ഷകർ എത്തുന്ന ഒരിടം കൂടിയാണ്. പാറകൾ കൂടി രൂപപ്പെട്ട ഗുഹകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷങ്ങൾ. ഇതിനുള്ളിലൂടെ അകത്തിറങ്ങുന്നത് പക്ഷിപാതാളം ട്രക്കിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. അടുത്തത് പാതിരാമണൽ.
വേമ്പനാട് കായലിന് നടുവിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു പച്ചത്തുരുത്താണ് പാതിരാമണൽ. ആളും ബഹളവും ഇല്ലാതെ സമയം ചിലവഴിക്കുവാൻ താല്പര്യമുള്ളവർക്കായി പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരിടത്താവളം എന്നും വേണമെങ്കിൽ പാതിരാമണലിനെ വിശേഷിപ്പിക്കാം. ദേശാടന പക്ഷികളുടെ വാസസ്ഥലമെന്ന നിലയിൽ പ്രശസ്തമായിരിക്കുന്ന ഇവിടെ കൂടുതലും പക്ഷിസ്നേഹികളും പക്ഷി നിരീക്ഷകരുമൊക്കെയാണ് എത്തിച്ചേരുന്നത്. കുമരകത്തിനും തണ്ണീർമുക്കം ബണ്ടിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഇവിടെ കാഴ്ചകളുടെ ഒരു കലവറ തന്നെയാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. അനന്തപത്മനാഭൻ തോപ്പ് എന്നും പാതിര തോപ്പ് എന്നും അറിയപ്പെടുന്ന പാതിരാമണൽ ദ്വീപ് 10 ഏക്കർ ചുളിവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് പക്ഷികളുമായി ബന്ധപ്പെട്ട കുറച്ച് ചൊല്ലുകൾ നോക്കാം. ഒരു കുരുവി ഇരയെടുക്കുമ്പോൾ 9 കുരുവി വാ തുറക്കുന്നു. ഒരു കോഴി കൂവാനില്ലാത്തതിനാൽ നേരം പുലരാതിരിക്കുമോ? കുയിൽ പാടുന്നത് കണ്ട് കാക്ക ശബ്ദിച്ചാലോ? ഒരു വെടിക്ക് 2 പക്ഷി. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടു. ഇണങ്ങിയ പക്ഷി കൂട്ടിൽ, ഇണങ്ങാത്ത പക്ഷി കാട്ടിൽ. കാക്കയും വീണും പനമ്പഴവും വീണു. കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. കാക്കൻ്റെ കൂട്ടിൽ ഇറച്ചിയിരിക്കുമോ? ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും നിങ്ങൾക്ക് അതിനകത്ത് ഉൾപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക്ഷീറ്റ്സ് ഒക്കെ ചെയ്യുന്നത്, നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇംഗ്ലീഷിലുള്ളത് അടുത്തൊരു വർക്ക്ഷീറ്റിൽ ഇടുന്നതാണ് കേട്ടോ.